മണിയുടെ സുഹൃത്ത് ശ്രീകൃഷ്ണനും SITയുടെ നിരീക്ഷണത്തിലുണ്ട്. ഇരിഡിയം തട്ടിപ്പ് കേസിലടക്കം പ്രതിയാണ് ഡി മണി. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. അനന്തൻ, താൻ ഡി മണിയല്ല MS മണിയാണ്. തന്റെ നമ്പർ ദുരുപയോഗം ചെയ്യപ്പെട്ട നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലൂടെയാണ് തന്നിലേക്ക് എത്തിയത്. ചോദിച്ചതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഇപ്പോൾ മണി എന്നുള്ള ആളുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഈ ചോദ്യം മൊഴിയെടുപ്പിന് ശേഷമുള്ളത്. അപ്പോൾ നിലവിലിപ്പോൾ ഇയാൾ ആരാണ്? എങ്ങനെ അന്വേഷണ സംഘം ഇയാളിലേക്ക് എത്തി? നമ്പർ മാറി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങനെ ഇയാളിലേക്ക് എത്തി എന്നുള്ള ചോദ്യമുണ്ട്. ഒപ്പം ഇയാൾ പറയുന്ന അനുസരിച്ചാണ്, ഇയാൾ നൽകിയിട്ടുള്ള പ്രതികരണം അനുസരിച്ചാണെങ്കിൽ പിന്നീട് എന്തിനാണ് ഇയാളെ വീണ്ടും ചോദ്യം ചെയ്യാനായി തലസ്ഥാനത്തേക്ക് തിരുവനന്തപുരത്തേക്ക് എത്തണമെന്നുള്ള നോട്ടീസ് SIT നൽകുന്നത്? അക്ഷയ, രമേശ് ചെന്നിത്തലയും സുഹൃത്തായ വിദേശ വ്യവസായിയും നൽകിയ മൊഴിയിൽ നിന്നാണ് ഡി മണി എന്നുള്ള പേര് പുറത്തു വരുന്നത്. ആ ഡി മണിയെ കേന്ദ്രീകരിച്ചാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കുന്ന SITയുടെ സ്ക്വാഡ് ചെന്നൈയിലും മറ്റും അന്വേഷണം നടത്തിയത്. ആ അന്വേഷണത്തിലാണ് പ്രതികളിലേക്ക് വന്ന ഒരു കോൾ ബാലമുരുകൻ എന്ന് പറയുന്ന ആളുടേതാണ് എന്ന് മനസ്സിലാകുന്നത്. അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഡിണ്ടിഗലിലേക്ക് എത്തിയത്. അവിടെ ബാലമുരുകൻ്റെ സുഹൃത്തായ മറ്റൊരു മണിയെ കാണുന്നു. അത് ഡി മണിയാണ് എന്നുള്ളൊരു സംശയം SITക്ക് ഉണ്ടാകുന്നു. അങ്ങനെയാണ് ഇപ്പോൾ അല്പം മുമ്പ് കണ്ട പ്രതികരിച്ച മണി എന്ന് പറയുന്ന സുബ്രഹ്മണ്യനെ SIT ഇന്ന് 2 മണിക്കൂർ ചോദ്യം ചെയ്തത്. ഡിണ്ടിഗൽ സിറ്റിയിലെ റൗണ്ട് റോഡിലുള്ള ഈ സുബ്രഹ്മണ്യൻ്റെ ഓഫീസിൽ വെച്ചിട്ട് തന്നെയാണ് ചോദ്യം ചെയ്തത്. ഏതാണ്ട് 2 മണിക്കൂറോളം ചോദ്യം ചെയ്യൽ നീണ്ടു. ആ ചോദ്യം ചെയ്യലിൽ ഒരു കാര്യം വ്യക്തമാണ്, എല്ലാം അയാൾ നിഷേധിക്കുകയാണെന്നാണ് SIT ഉദ്യോഗസ്ഥർ പറയുന്നത്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമില്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയില്ല എന്നൊക്കെയാണ് അയാൾ മൊഴി നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ മണി നൽകിയ പ്രതികരണം അതിൽ പറയുന്നത് താൻ ഡി മണിയല്ല MS മണിയാണ്. SIT ഡി മണിയെ തേടിയാണ് വന്നത്. തൻ്റെ സുഹൃത്തായ ബാലമുരുകൻ്റെ ഒരു നമ്പർ പ്രതികളിൽ ആരോ ഉപയോഗിച്ചതായിട്ട് SIT കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ആ നമ്പർ എങ്ങനെയാണ് അവരുടെ ഉപയോഗത്തിലേക്ക് വന്നതെന്ന് അറിയില്ല. അതാരെങ്കിലും ദുരുപയോഗം ചെയ്തതെന്ന് സംശയമുണ്ട്. ബാലമുരുകൻ എന്ന് പറയുന്നത് തൻ്റെ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറാണ്. അതല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ തനിക്കില്ല. റിയൽ എസ്റ്റേറ്റിനപ്പുറം മറ്റൊരു ബിസിനസ്, അതായത് ആഭരണ ബിസിനസ്സോ വജ്ര ബിസിനസ്സോ സ്വർണ്ണം ബിസിനസ്സോ ഒന്നും തനിക്കില്ല എന്നാണ് അയാൾ പറയുന്നത്. ഏതായാലും അയാളുടെ മൊഴി പൂർണ്ണമായും SIT വിശ്വസിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അയാളോട് വീണ്ടും തിരുവനന്തപുരത്ത് എത്താൻ SIT നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഡി മണി അല്ലെങ്കിൽ നമ്മളിപ്പോൾ കണ്ട മണി എന്ന സുബ്രഹ്മണ്യൻ നൽകിയിരിക്കുന്ന മൊഴികളിൽ എന്തെങ്കിലും തരത്തിലുള്ള വൈരുദ്ധ്യമോ അതല്ലെങ്കിൽ ക്ലാരിറ്റി കുറവോ കണ്ടതുകൊണ്ടാണ് ഒരിക്കൽ കൂടി തിരുവനന്തപുരത്തേക്ക് വരാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ ഡി മണി ആരാണ് എന്നുള്ള ചോദ്യം ബാക്കിയാണ്. ഡി മണി എന്ന് സൂചിപ്പിച്ച വ്യക്തി ഉണ്ടെങ്കിൽ അത് ഈ സുബ്രഹ്മണ്യൻ്റെ മറ്റൊരു പേരാണോ? കാരണം നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇപ്പോൾ കണ്ട സുബ്രഹ്മണ്യൻ എന്ന മണിക്ക് അവിടെയും ഡിണ്ടിഗലിൽ നിരവധി പേരുണ്ട്. അയാൾ പോപ്കോൺ മണിയെന്നും ഓട്ടോ മണിയെന്നും ഒക്കെ അവിടെ അറിയപ്പെടുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ ഡി മണി, ഡയമണ്ട് മണി, ദാവൂദ് മണി എന്നൊക്കെ പറയുന്നത് ഇയാളുടെ തന്നെ മറ്റ് സ്ഥലങ്ങളിലുള്ള വട്ടപ്പേരാണോ എന്നൊക്കെയുള്ള സംശയം ഉയരുന്നുണ്ട്. ഏതായാലും അതിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. മാത്രമല്ല, ഇയാൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണ് എന്ന് പറയുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഏതെങ്കിലും ലിങ്കിൻ്റെ ഭാഗമായിട്ടാണോ ഈ നമ്പർ ബാലമുരുകനിലേക്ക്, ഇനി ഏതെങ്കിലും വസ്തു കച്ചവടമോ അതല്ല മറ്റേതെങ്കിലും ഫ്ലാറ്റ് നിർമ്മാണമോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണോ ഡിണ്ടിഗലിലുള്ള ബാലമുരുകൻ്റെ നമ്പറിലേക്ക് ഈ സ്വർണ്ണക്കേസുമായി ബന്ധപ്പെട്ട ആരുടെയെങ്കിലും ഫോൺ വിളികൾ ചെന്നിട്ടുണ്ടാവുക? ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, അന്വേഷണം ഇപ്പോൾ ഡിണ്ടിഗൽ കേന്ദ്രീകരിക്കുന്നു, തമിഴ്നാട് കേന്ദ്രീകരിക്കുന്നു. ചെന്നൈയിൽ നിന്ന അന്വേഷണമാണ് ഇപ്പോൾ ഡിണ്ടിഗലിലേക്ക് എത്തിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ലിങ്കുകൾ നേരത്തെ തന്നെ തമിഴ്നാട്ടിലുണ്ട്. അതിനൊപ്പം തന്നെ കർണാടകയിലും ഹൈദരാബാദിലും ഒപ്പം ബെല്ലാരിയിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ പുതിയൊരു സ്ഥലം കൂടി. സംഘം എങ്ങനെയാണ് ഇപ്പോൾ ഈ മണി എന്ന ആൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് SIT സംഘം മനസ്സിലാക്കുന്നത്? ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തിൽ ഒരു പാളിച്ചു വന്നു എന്നോ അല്ലെങ്കിൽ വഴിതെറ്റി ഇയാളിലേക്ക് എത്തിയെന്നാണോ അന്വേഷണ സംഘത്തിന്റെ ഇപ്പോൾ ഉണ്ടാകുന്ന വിലയിരുത്തൽ? മറ്റൊരു കാര്യം, നേരത്തെ നമ്മൾ അനന്തന് സൂചിപ്പിച്ച പോലെ തന്നെ നമ്പർ, ഇയാൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ള ഒരു വ്യവസായിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ നമ്പറൊക്കെ ഏതെങ്കിലും കോണിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ അവർ പരാതി നൽകുകയും അങ്ങനെ നിയമ നടപടിയൊക്കെ സ്വീകരിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ SIT വരുന്നൊരു ആരാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ അതവിടെ ഒരു അസാധാരണ വിധം ചോദ്യചിഹ്നം ഉയർത്തി അവിടെ നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ SIT എങ്ങനെയാണ് ഇനി മുന്നോട്ട്? അക്ഷയ, ഇപ്പോൾ കണ്ട ഈ സുബ്രഹ്മണ്യൻ എന്ന മണി, അയാൾ പറയുന്നത് തൻ്റെ അടുത്തേക്ക് SIT എത്തുന്നത് ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ്. അയാളുടെ പേര് ആണ് ആദ്യം ചോദിച്ചത്, അയാളുടെ ബിസിനസ്സാണ് പിന്നെ ചോദിച്ചത്, പിന്നീട് IT അതായത് ഇൻകം ടാക്സ് രേഖകളാണ് ചോദിച്ചത്. അപ്പോൾ
കോടികളുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ള സംശയം SITക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇൻകം ടാക്സ് രേഖകളുമൊക്കെ ചോദിച്ചത്. ഒരു പക്ഷേ ആ രേഖകൾ ഒക്കെ ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ അവൈലബിൾ ആയിട്ട് ഉണ്ടാകില്ല. സാധാരണഗതിയിൽ സാമ്പത്തികമായ ഇടപാടുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പെട്ടെന്ന് അവൈലബിൾ ആക്കാൻ പറ്റുന്നതല്ല. അങ്ങനെ വരുമ്പോൾ ആ രേഖകൾ സഹിതം തിരുവനന്തപുരത്തേക്ക് വരാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എവിടെയെങ്കിലും ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇപ്പോൾ പ്രതിയേർക്കപ്പെട്ടവരുടെ ലിങ്ക് സാമ്പത്തിക ഇടപാടിലോ ഫോൺ വിളിയിലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കുരുക്കായി മാറും. അത് പുതിയൊരു വഴിത്തിരിവാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ നിലവിൽ അവർ നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ ഡിമണിയാണെന്ന് സ്ഥിരീകരിക്കാവുന്ന, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല പറഞ്ഞ ആളാണ് എന്ന് സ്ഥിരീകരിക്കാവുന്ന ഒന്നും കിട്ടിയിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അയാളെ കസ്റ്റഡിയിലെടുത്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുമായിരുന്നു. പക്ഷേ സംശയം ഇപ്പോഴും മാറിയിട്ടില്ല. സംശയത്തിന്റെ പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വരാനുള്ള നോട്ടീസ് നൽകിയത്. സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ബാക്കിയാണ്. നിലവിൽ എന്തായാലും പെട്ടെന്നൊരു ആക്ഷൻ SITയുടെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല. ഇയാളെ കസ്റ്റഡിയിലെടുക്കാനോ ഒന്നുമുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുന്നില്ല. പക്ഷേ വീണ്ടും തലസ്ഥാനത്തേക്ക് തിരുവനന്തപുരത്തേക്ക് എത്താൻ ഇപ്പോൾ സമൻസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആരാണ് ഡി മണി എന്നുള്ള ചോദ്യം അതുപോലെ തന്നെ അവശേഷിക്കുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്ന ആൾ, ദൃശ്യങ്ങളിലൊക്കെ പുറത്തു വന്ന പ്രതികരണം നമ്മൾ കേട്ടയാൾ ഡി മണി അല്ലെങ്കിൽ ഇയാൾ ആരാണ്, അങ്ങനെയാണെങ്കിൽ ഡി മണി എവിടെയാണ്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അതിങ്ങനെ സങ്കീർണമായി കൊണ്ടിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം എന്ന് വേണം മനസ്സിലാക്കാൻ. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങൾ നൽകിയത്.